ഏരിയ 12-ന്റെ ഇപ്പുറാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യണം. ഇനി നമുക്ക് 12-ന്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ്. ഹലോ, എന്ത് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻ്റ് ആയ സമയത്ത്, ഇപ്പോൾ റൗണ്ട് അബൌട്ടിൽ നിന്നാണ് ആക്സിഡൻ്റ് ആയത്. ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ ആക്സിഡൻറ്റ് ആക്കിയ ആൾ ഒരു അറബിയായിരുന്നു. അപ്പോൾ അറബി പറഞ്ഞു എൻ്റെ മിസ്റ്റേക്കാണ്, ഐ ആം സോറി, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സമാധാനിപ്പിച്ചു. പിന്നെ പോലീസ് വന്ന സമയത്ത് ഫൈൻ കൊടുത്തത് ഇയാൾക്കാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെ എനിക്ക് ഫൈൻ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഏത് സൈഡിലാണ് ഇടി കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ സൈഡാണ് ഇടി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ റൗണ്ട് അബൌട്ടിൽ ലെഫ്റ്റ് പ്രയോറിറ്റിയാണ്, ലെഫ്റ്റിൽ വണ്ടിയിട്ട് നമ്മൾ അവരെ കടത്തി വിടണം, എന്നിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റൗണ്ട് അബൌട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ലാർജ് റൗണ്ട് അബൌട്ടാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ റോഡ് മാർക്കിംഗ് നോക്കിയിട്ടാണ് നമ്മൾ റൗണ്ട് അബൌട്ട് ഓടിക്കേണ്ടത്. റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല രീതിയിലായിരിക്കും റോഡ് മാർക്കിംഗ്. 3 ലൈൻ സ്ട്രൈറ്റ് പോകാൻ പറ്റുന്ന റൗണ്ട് അബൌട്ടുകളുണ്ട്, ലെഫ്റ്റ് ലൈനിൽ ലെഫ്റ്റ് മാത്രം പോകാൻ പറ്റുന്ന റൗണ്ട് അബൌട്ടുകളുണ്ട്. അതേപോലെ 2 ലൈൻ, റൈറ്റിലേക്ക് 2 ലൈൻ ഉണ്ടാവും, ചിലപ്പോൾ യു ടേൺ 2 ലൈൻ ഉണ്ടാവും, ചിലപ്പോൾ 3 ലൈൻ ലെഫ്റ്റ് പോകാം. അങ്ങനത്തെ റൗണ്ട് അബൌട്ടുകളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ റോഡ് മാർക്കിംഗ് നോക്കിയിട്ട് ഓടിക്കേണ്ടത്. ഇപ്പോൾ ടെസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ 2 ലൈനിന്, ഇപ്പോൾ അബുദാബി ടെസ്റ്റ് നടക്കുന്ന ഏരിയയിൽ റൗണ്ട് അബൌട്ടുണ്ട്, 2 ലൈൻ യു ടേൺ ഉണ്ട്, അതേപോലെ 3 ലൈൻ ലെഫ്റ്റൊക്കെ ഉള്ള റൗണ്ട് അബൌട്ടുകളുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് സിറ്റുവേഷൻ ആണ്. നമ്മൾ ലെഫ്റ്റ് യു ടേൺ പറഞ്ഞാൽ ലെഫ്റ്റ് ലൈൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ അത് വിട്, ഓക്കെ, അത് റോഡ് മാർക്കിംഗ് ഉള്ള റൗണ്ട് അബൌട്ട്. ഇനി റോഡ് മാർക്കിംഗ് ഇല്ലാത്ത റൗണ്ട് അബൌട്ടുകളുണ്ടാവും. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് റൂള്? അപ്പോൾ അവിടെ റൂള് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് റൂൾ എന്ന് പറയാം. ക്ലോക്ക് റൂൾ, റൗണ്ട് അബൌട്ടിൽ റോഡ് മാർക്കിംഗ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് നമ്മൾ കയറി ഇറങ്ങി ചെയ്യേണ്ടത്. അപ്പം 12 o'clock നമ്മൾ ക്ലോക്ക് എങ്ങനെ ഉണ്ടാവുക? 12, 3, 6, 9. അപ്പോൾ 12-ന്റെ ഇപ്പുറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പോകേണ്ട ഏരിയ 12-ന്റെ ഇപ്പുറാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യണം. ഇനി നമുക്ക് 12-ന്റെ അപ്പുറത്തേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ലൈൻ യൂസ് ചെയ്യണം. അതാണ് റൂള്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിപ്പോൾ അത് ഈ റൗണ്ട് അബൌട്ട് നമ്മൾ ആക്സിഡൻ്റ് ആയത്. ഇപ്പോൾ ആക്സിഡൻ്റ് ആയ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിലാണ് ആക്സിഡൻ്റ് ആയത്. ഇപ്പോൾ ഞാൻ 12 o'clock, ഇപ്പോൾ ഇതൊരു ക്ലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ റൗണ്ട് അബൌട്ടിൽ 5 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ക്ലോക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ 12 o'clock-ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഏതെങ്കിലും എക്സിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ലൈൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ 12 o'clock-ൻ്റെ ഇപ്പുറം ആണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പം എനിക്കിതാ ഇവിടെ ഇപ്പോൾ എത്ര എക്സിറ്റ് ഉണ്ട്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 5 എക്സിറ്റ് ഉണ്ട് ഈ റൗണ്ട് അബൌട്ടിൽ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പോകേണ്ടത് ഈ എക്സിറ്റ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഈ എക്സിറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഞാൻ ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്യണം. ലെഫ്റ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവണം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഇനിയിപ്പോൾ യു ടേൺ എടുക്കേണ്ടത് വിചാരിച്ചോളി. അപ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്യും. എന്നിട്ട് ലെഫ്റ്റ് ലൈൻ കീപ്പ് ചെയ്തിട്ട് ആ സെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഇവിടെ ലൈൻ ചേഞ്ച് ചെയ്യണം. ഈ റൗണ്ട് അബൌട്ടിൽ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇത് ലാർജ് റൗണ്ട് അബൌട്ടാണ്. ഇവിടെ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈറ്റാണ് പോകേണ്ടതെന്ന് വെച്ചോളൂ. നിങ്ങൾ റൈറ്റ് ലൈൻ യൂസ് ചെയ്യും. ഇപ്പോൾ 12 o'clock-ൻ്റെ ഇപ്പുറമുള്ള ലൈൻ യൂസ് ചെയ്താൽ ഈ ലൈന് റൈറ്റ് ലൈൻ യൂസ് ചെയ്യും. ഓക്കെ. ഇനി സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഓക്കെ, സ്ട്രെയിറ്റ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? സെക്കൻഡ് എക്സിറ്റ് ആണെങ്കിലും റൈറ്റ് ലൈൻ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് ചാൻസ് വരുന്നില്ല. ലെഫ്റ്റ് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ മിഡിൽ ലൈനിൽ ലെഫ്റ്റ് പോയി. അപ്പോൾ ലെഫ്റ്റ് ലൈനിലെ വണ്ടി എക്സിറ്റ് ആയി. അതാണ് സംഭവം. അവിടെ ശരിക്കും ആ അറബി ലൈൻ മാറിയിട്ട് എക്സിറ്റ് ആയിരുന്നെങ്കിൽ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അവർ ഉദാഹരണത്തിന്